പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലെ SC/ST OBC വിദ്യാർത്ഥികളുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഹലോ എഞ്ചിനീയറിംഗ് കോളേജിൽ SC/ST OBC വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് SFIയുടെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. സച്ചിൻ ചേരുന്നു പാലക്കാട് നിന്ന്. സച്ചിൻ, എങ്ങനത്തെ തട്ടിപ്പാണ് നടന്നത്? ഈ പ്രതിഷേധ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? ഷമി, പാലക്കാട് അകത്തേത്തറയിലുള്ള NSS കോളേജിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. SC/ST വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ OBC വിദ്യാർത്ഥികളുടെയും ഗ്രാൻഡ് ഫണ്ടുകളാണ് ഇവിടുത്തെ അധികാരികൾ തട്ടിയെടുത്തത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SFIയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CI തന്നെ സംസാരിക്കും. അതിന് പോലീസിൽ ഇന്നാണ് നമ്മൾ അറിഞ്ഞതും ശ്രദ്ധപ്പെട്ടതും, മനസ്സിലായില്ലേ? അപ്പൊ അത് പോലീസ് ഇന്ന് അവരെ മൊഴി എടുത്ത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ വന്നെങ്കിൽ FIR കോപ്പി തരും. ഒരു നേതാക്കന്മാർ 1-2 ആൾക്കാർക്ക് പോകാതെ 2 പേര് ഉൾപ്പെടെയുള്ള ആളുകൾ ഷമി കച്ചവടം നടത്തുന്നത്, വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നത്, അതിനോട് യോജിക്കാൻ ഇറങ്ങില്ല. ഇതിനേക്കാൾ പ്രവർത്തകർ ഉള്ളിലുണ്ട്. ഞങ്ങളെ ഒരു ചെടിച്ചട്ടി പോലും പൊട്ടിക്കാനല്ല, പക്ഷേ ഈ തെമ്മാടിത്തരം ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് സമ്മതിക്കില്ല. രണ്ടുപേര് പോയി മീഡിയാസും കയറും. മീഡിയാസ് ഈ വിഷയം അറിയണം. ഒരുപാട് വിഷയം അവർ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ വിഷയം മീഡിയാസ് അറിയണം. ഷമി, ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നത്?
നിലവിൽ NSS മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഏകദേശം 56 ലക്ഷം രൂപയുടെ അഴിമതി ഈ NSS മാനേജ്മെന്റും അതിൻ്റെ സ്റ്റാഫുകളായിട്ടുള്ള ഒരു സുധീഷ് അതുപോലെ തന്നെ വിനോദ് കെ നായർ ഈ രണ്ട് വ്യക്തികൾ ചേർന്നുകൊണ്ട് ഏകദേശം അവരുടെ NSSന്റെ മാനേജ്മെന്റിന്റെ അന്വേഷണത്തിൽ മാത്രം കണ്ടതാണ് 56 ലക്ഷം രൂപയുടെ അഴിമതി. വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കാൻ വേണ്ടി കഴിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ഗ്രാന്റിനെ മുടക്കാൻ വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കാതെ ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന നിലയിലാണ് ഇവിടെ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം ഉണ്ടായത് ഇപ്പോഴല്ല, ഈ വിഷയം ഉണ്ടായിട്ട് 10 ദിവസത്തിന് മുകളിലായി. അതിനെ അങ്ങനെ മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് NSS മാനേജ്മെന്റ് തയ്യാറായിട്ടുള്ളത്. SFIയുടെ ആവശ്യം ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം, വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിക്കണം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇത് 2 ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല. 56 ലക്ഷം രൂപ ചെറിയ പൈസയല്ല. അപ്പോൾ ഈ പറയുന്ന മാനേജ്മെന്റിനും ഇവിടുത്തെ അധ്യാപകർക്ക് ഉൾപ്പെടെ പങ്കുണ്ട്. സമാനമായിട്ടൊരു വിഷയം ഇടുക്കിയിൽ NSS കോളേജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന് കൂടുതൽ രേഖകൾ എൻ്റെ അടുത്തില്ല. ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും SP-ക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ അതിന് മൂടി വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് മാനേജ്മെന്റ് നോക്കിയിട്ടുള്ളത്. അവർക്കെതിരെ നിയമപരമായി ഇവർക്ക് അതിൽ പങ്കില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന്, പോലീസ് അന്വേഷണത്തിന് ഇവർ തന്നെയല്ല ചെയ്യേണ്ടത്, മാനേജ്മെന്റ് അല്ല ചെയ്യേണ്ടത്. വെറുതെ ആളുകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സസ്പെൻഷനിൽ ഒതുക്കി പോവാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഷമ്മി, അത്തരത്തിൽ SFI ഒരു കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 56 ലക്ഷത്തോളം രൂപയാണ് ഈ ഗ്രാന്റിന്റെ മറവിൽ ഇവിടുത്തെ അധികാരികൾ തട്ടിയെടുത്തത് എന്നാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S. വിപിൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് SFI ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ SFIയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് പാലക്കാട് അകത്തേത്തറ NSS കോളേജിലേക്ക് SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, സച്ചിൻ, വളരെ സാധാരണപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്കുള്ള ഗ്രാൻഡ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകുന്ന ഏതാണ്ട് 54 ലക്ഷം രൂപ അവിടുത്തെ സ്റ്റാഫുകൾ തട്ടിയെടുത്തു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ SFI ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ഷമി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജ് SFIക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന വിശദീകരണമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കോളേജിലെ സീനിയർ ക്ലർക്കിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സുധീഷ് കുമാർ KNയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് കോളേജ് നൽകുന്ന വിശദീകരണം. കോളേജ് ചെയർമാൻ തന്നെ ഇത്തരത്തിൽ ഒരു വിശദീകരണം SFIക്ക് നൽകിയിട്ടുള്ളത്. അന്വേഷണ വിധേയമായിട്ട് ഈ ക്രമക്കേടുകൾ നടത്തിയ സീനിയർ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ കോളേജ് അധികൃതർ SFIയും അതേപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്കും ഈ അലവൻസ് ഗ്രാന്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് ബോർഡിലടക്കം അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് കോളേജ് അധികാരികളെ പരാതി അറിയിക്കണമെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ SC ST അതുപോലെ തന്നെ OBC പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ക്രമക്കേട് നടത്തിയ സച്ചിൻ, എങ്ങനെയാണ് ഈ അഴിമതി പുറത്തു വന്നത് എന്ന് സച്ചിൻ എങ്ങനെയാണ് ഈ അഴിമതി പുറത്തു വന്നതെന്ന് SFI നേതാക്കളോട് ചോദിക്കാൻ കഴിയുമോ? ഇത്രയും വലിയ തട്ടിപ്പ് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്? കുട്ടികൾക്ക് നിരന്തരമായി ഗ്രാന്റ് തുടർന്നോളൂ. തീർച്ചയായും അത് തന്നെയാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. SFI ജില്ലാ സെക്രട്ടറി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വലിയ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് SFI സമരവുമായി മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. ഞങ്ങൾ ഈ പോലീസ് ഇടപെട്ട് ചർച്ച ഒരുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്ര ദിവസമായി കേസ് എടുത്തിട്ടില്ല. കേസ് ഇന്നിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വിഷയം നടന്നിട്ട് പോലീസിനെ അറിയിച്ചിട്ടുള്ളത് ഇന്നാണ്, പോലീസിന് ഇവിടേക്ക് വിവരം കിട്ടിയിട്ടുള്ളൂ എന്നാണ് എന്ന് പറയുന്നത് അതൊരു സത്യമായിരിക്കാം.
പക്ഷേ ഈ മാനേജ്മെന്റിന് പങ്കില്ല. ഇവിടുത്തെ പ്രിൻസിപ്പൾക്ക് പങ്കില്ലെങ്കിൽ ഏറ്റവും മാതൃകാപരമായി ആ പ്രിൻസിപ്പളും മാനേജ്മെന്റും ചെയ്യേണ്ടതാണ്. ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പോലീസിന് ഇവിടുത്തെ മാനേജ്മെന്റ് ആയിരുന്നു ആദ്യം പരാതി കൊടുക്കേണ്ടത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതിനെതിരെ പോലീസ് ആക്ഷൻ എടുത്ത് അന്വേഷിക്കണം, ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും മാനേജ്മെന്റിൻ്റെയും ആയിരുന്നു. എന്നാൽ ഈ നേരം വരെ അതിന് തയ്യാറായിട്ടില്ല. SFI കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് നടത്തിയ സമരം, ആ സമരത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള പരാതി, അതിന്മേലാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മൂടിവെച്ച് ഈ വിഷയത്തെ പരിഹരിച്ച് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുണ്ടാവുക. എത്ര വിദ്യാർത്ഥികളുടെയാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി NSS മാനേജ്മെൻറ്റിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ ഗ്രാൻസ് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് കിട്ടാത്തതുണ്ടോ, ഇവിടെ മാത്രമല്ല പുറത്തുള്ള ക്യാമ്പസുകളിലും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചു പോയ ആളുകളെ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ടുണ്ടായതല്ല. മുമ്പ് 21-ന് മുമ്പൊക്കെ നേരിട്ട് ക്യാമ്പസുകളിലേക്കായിരുന്നു വരുന്നത്. ഇപ്പോഴാണ് വിദ്യാർത്ഥികളുടെ ഐഡിയിൽ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ടാവും. ഈ മാനേജ്മെൻറ്റ് അന്വേഷിച്ചപ്പോൾ മാത്രം 56 ലക്ഷം രൂപയുടെ അഴിമതി ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ, ന്യായമായും ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയ ഇവിടെ പുറത്തു വന്നത് ഈ ഗ്രാൻസിലേക്ക് പുതിയ ആളുകൾ സ്റ്റാഫുകളായി വന്നു. ആ ആളുകളാണ് കണ്ടെത്തിയത്. പിന്നെ അതിൻ്റെ ഭാഗമായി നമുക്ക് ഉൾപ്പെടെ വിവരം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ അന്വേഷണവും അതേപോലെ തന്നെ പരാതി കൊടുക്കലും സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. തീർച്ചയായും ഷമ്മി, ഈ ഗ്രാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി SFIയുടെ ജില്ലാ സെക്രട്ടറി S. വിപിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോളേജ് അധികാരികളുടെ മാത്രം കണക്ക് പ്രകാരമാണ് തീർച്ചയായും സച്ചിൻ